ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാസ്ത്ര ക്രിയേറ്റീവിൻ്റെ പോസ്റ്റർ ഡിസൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റിന് എങ്ങനെ ഷാഡോ കൊടുക്കാമെന്ന് പഠിച്ചു. ഇനി അതിനെങ്ങനെയാണ് ഇന്നർ ഷാഡോ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഫോണ്ട് എടുത്ത് അതിന് ഇന്നർ ഷാഡോ അപ്ലൈ ചെയ്യാം. ഇന്നർ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ അത് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടെക്സ്റ്റ് എങ്ങനെ ഒരു 3D ഷേപ്പിലേക്ക് മാറ്റാം. ടെക്സ്റ്റിന് എഡ്ജുകൾ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിന് ചെറിയൊരു എഡ്ജുകൾ വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. ഇതിൻ്റെ എഡ്ജുകൾ വളരെ ക്ലിയറായി നല്ല ക്വാളിറ്റി തന്നെ ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് എഡ്ജുകൾ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ നിരക്ക് ടെക്സ്റ്റിന് എഡ്ജുകൾ വരുന്നുണ്ട്. അത് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലൈറ്റ് ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ആക്കേണ്ടത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടെക്സ്റ്റിനെ നമുക്ക് ഒരു ഭാഗത്തേക്ക് അതുപോലെ ടെക്സ്റ്റ് എങ്ങനെ മുൻഭാഗം ടെക്സ്റ്റിൻ്റെ അടിഭാഗം മുന്നോട്ട് കൊണ്ടുവന്ന് ബാക്ക് ഭാഗം കുറച്ച് ചെറിയ കർവായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇങ്ങനെ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ പല രൂപത്തേക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. 3D ഷേപ്പിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ 3D റൊട്ടേറ്റ് ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് ടെക്സ്റ്റിന് എങ്ങനെ ഒരു 3D എഫക്റ്റ് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 3D ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിനൊരു പ്രീമിയം 3D എഫക്റ്റ് വരുന്നുണ്ട്. അത് 2 രൂപത്തിലുള്ള ഇതാണ് വരുന്നത്. ഇങ്ങനെ 2 രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ 3D ഷാഡോ ടെക്സ്റ്റിൻ്റെ അടിഭാഗത്ത് 3D ഷാഡോ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ ടെക്സ്റ്റിൻ്റെ റിഫ്ലക്റ്റ് ടെക്സ്റ്റ് നേരെ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഇത് സാധിക്കുന്നതാണ്. വളരെ അടിപൊളിയായിട്ട് നമുക്ക് ടെക്സ്റ്റുകൾ ചെയ്യാൻ സാധിക്കും.